നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആലപ്പുഴ കളർകോട്ട് വാഹനാപകടം. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വാഹനമോടിച്ച ഗൗരി ശങ്കറിനെതിരെ പോലീസ് കേസെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരി ശങ്കറിനെ പ്രതിയാക്കി ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. നേരത്തെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ KSRTC ഡ്രൈവറെ പ്രതി ചേർത്തിരുന്നു. വിശദമായ അന്വേഷണത്തിൽ KSRTC ഡ്രൈവറെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ ഗൗരി ശങ്കറാണ് മുഖ്യപ്രതി. അപകടത്തിന് തൊട്ടുമുൻപ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ KSRTC ബസിന്റെ വെളിച്ചത്തിൽ ഗൗരി ശങ്കറിന്റെ കണ്ണ് മങ്ങിയിരിക്കാമെന്നാണ് ഇപ്പോൾ മോട്ടോർ വകുപ്പിന്റെ നിഗമനം. അപകടമുണ്ടായത് തൊട്ടുമുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് എന്ന് കാർ ഓടിച്ച ഗൗരി ശങ്കർ മൊഴി കൊടുത്തു. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗത ലഭിച്ചില്ല. പെട്ടെന്ന് കൺമുന്നിൽ ഇതാ KSRTC ബസ്. പിന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നാണ് ഗൗരി ശങ്കറിന്റെ മൊഴി. എതിർവശത്തു നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് താൻ ബ്രേക്ക് അമർത്തിയെന്ന് ഗൗരി ശങ്കർ പറയുന്നു. വാഹനം നിയന്ത്രണം വിട്ട് വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞുവെന്ന് ഗൗരി ശങ്കറിന്റെ മൊഴി. എന്നാൽ വാഹനം നേരെയാക്കാൻ ശ്രമിച്ചപ്പോൾ നടക്കുന്നില്ല. തൃപ്പൂണിത്തര കണ്ണൻകുളങ്ങര സ്വദേശിയാണ് ഗൗരി ശങ്കർ. തന്റെ സഹപാഠികളായ 5 പേർ അപകടത്തിൽ മരിച്ചുവെന്നത് ഗൗരി ശങ്കറിനെ തളർത്തിക്കളഞ്ഞു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് കേസ്. വാഹനമോടിച്ച ഗൗരി ശങ്കറും കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുക്സിനും ചികിത്സയിൽ ഇപ്പോഴും തുടരുന്നു. പരിക്കേറ്റില്ലെങ്കിലും കടുത്ത മാനസിക സംഘർഷം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൺ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. വിവരങ്ങൾ അറിയാൻ മറ്റുള്ളവർ ഷെയ്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ തനിക്കൊന്നും ഓർമ്മയില്ല എന്ന മറുപടിയാണ് ഷെയ്ൻ നൽകുന്നത്. അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് ആ വിദ്യാർത്ഥി. അപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരിൽ എടത്വ സ്വദേശി ആൽവിൻ ജോണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് ഈ വിദ്യാർത്ഥിയെ എറണാകുളത്തേക്ക് മാറ്റിയത്. കൊല്ലം പോരും വഴി കാർത്തിക വീട്ടിൽ ആനന്ദ് മനു, ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഷെയ്ൻ ഡെൻസ്റ്റനെ സഹപാഠികളുടെ മരണവിവരം ആദ്യം കൂട്ടുകാർ അറിയിച്ചിരുന്നില്ല. എങ്കിലും പെട്ടെന്ന് തന്നെ അത്യാഹിത വാർഡിൽ നടന്ന വിവരങ്ങൾ പൂർണ്ണമായി ഷെയ്ന് മനസ്സിലായി. സിനിമ 9:30, അപകടം നടക്കുന്നത് 9:20. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് സിനിമാ തിയേറ്റർ വരെ പോകണമെങ്കിൽ ഏകദേശം 5.5 കിലോമീറ്റർ ദൂരം. 9:45 വിദ്യാർത്ഥികൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹോസ്റ്റലിൽ നിന്ന് യാത്ര തിരിച്ചത്. പരക്കംപാച്ചിലായിരുന്നു സിനിമ കാണാൻ എന്ന് വ്യക്തം. അപകടത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് കളക്ടർക്ക് മോട്ടോർ വാഹന വകുപ്പ് വിശദമായ റിപ്പോർട്ട് നൽകി. ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിലുമുള്ളത്. ശക്തമായ മഴയെ തുടർന്ന് റോഡിലെ വെള്ളത്തിന്റെ സാന്നിധ്യം ഒപ്പം വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായി. 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന ടവേര വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്തത് അപകടത്തിന്റെ ആഘാതം കൂട്ടി. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥി 22/6/2024 ലൈസൻസ് നേടിയത്. 5 മാസത്തെ പരിചയം മാത്രമേ വാഹനമോടിക്കാൻ ഈ വിദ്യാർത്ഥിക്കുണ്ടായുള്ളൂ. കാർ വേഗത്തിലായ അവസരത്തിൽ വാഹനത്തെ നിയന്ത്രണത്തിലാക്കാൻ ആ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞില്ല. അപകടത്തിൽപ്പെട്ട കാറിന് 14 വർഷത്തെ പഴക്കം. 2010 മോഡൽ വാഹനമായതുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്കിംഗ്, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ മുതലായവ ഇല്ല. വാഹനം ബ്രേക്ക് ചെയ്ത സമയത്ത് വീൽ ലോക്കായി വാഹനം തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ടു. കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ബസ്സിലിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി പറയുന്നു. 9:30 സിനിമയുടെ സമയം. അപകട സ്ഥലത്ത് നിന്ന് സിനിമാ തിയേറ്ററിലേക്ക് എത്താനുള്ള വെപ്രാളപ്പാച്ചിൽ ഒരുപക്ഷെ വാഹനമോടിച്ച ഡ്രൈവർ കാട്ടിയിരിക്കാം. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ഈ അപകടത്തിൽ കാർ ഉടമയും കുടുങ്ങും എന്ന് പോലീസ് പറയുന്നു. കാർ വാടകയ്ക്ക് കൊടുത്തത് നിയമവിരുദ്ധമായി. റെന്റ് കാർ ലൈസൻസ് ഇല്ലാതെയാണ് ടവേര വാഹനം വാടകയ്ക്ക് നൽകിയത്. വാഹനത്തിന് ടാക്സി പെർമിറ്റും ഉണ്ടായിരുന്നില്ല. നേരത്തെ വാഹനമുടമയോട് അടിയന്തരമായി എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. വാഹനമുടമ RTOയ്ക്ക് നൽകിയ വിശദീകരണം പൂർണ്ണമായും തെറ്റായിരുന്നു. വാഹനമുടമയ്ക്കെതിരായ തെളിവും മൊഴികളുമൊക്കെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചു. ഡ്രൈവറായ ഗൗരി ശങ്കറിന്റെ മൊഴി തന്നെയാണ് വാഹന ഉടമയെ കുരുക്കിയത്. 1000 രൂപ വാടക നൽകിയാണ് തങ്ങൾ ടവേര കാർ വാടകയ്ക്കെടുത്തത് എന്ന് ഗൗരി ശങ്കർ പറയുന്നു. ഗൂഗിൾ പേ വഴിയാണ് ഈ പണം നൽകിയത്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ടവേര കാറിൽ 11 പേർ യാത്ര ചെയ്തു.
എന്നാൽ വാടകയ്ക്ക് നൽകിയതല്ല എന്ന വാദവുമായി ഏതെങ്കിലും വിധത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് വാഹന ഉടമ മറുവശത്ത് കാട്ടുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുമായുള്ള പരിചയത്തിന്റെ പേരിലാണ് താൻ വാഹനം വിട്ടു നൽകിയതെന്നായിരുന്നു വാഹന ഉടമയുടെ ആദ്യ വിശദീകരണം. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാറാണ് കാറിനായി തന്നെ ബന്ധപ്പെട്ടത്. ജബ്ബാറും മറ്റ് 2 വിദ്യാർത്ഥികളും ചേർന്നാണ് കാർ കൊണ്ടുപോയത് എന്ന് ഷമീൽ ഖാൻ പറഞ്ഞിരുന്നു. 14 വർഷം പഴക്കമുള്ള ഈ ടവേര കാറിന് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. സിനിമയ്ക്ക് പോയി വരാമെന്ന് പറഞ്ഞ് അവർ കാർ എടുത്തുകൊണ്ടുപോയി. വാടകയ്ക്ക് കൊടുത്തതല്ല, സുഹൃത്തായതിന്റെ പേരിൽ സിനിമയ്ക്ക് പോവാൻ കൊടുത്തുവിട്ടതാണ്. മുഹമ്മദ് ജബ്ബാറിനെ തനിക്ക് നേരത്തെ പരിചയമുണ്ട്. ജബ്ബാറിന്റെ ചേട്ടൻ മിഷാൽ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പുള്ളിയുമായി പരിചയമുണ്ട്. പാവം വിളിച്ചു കൊടുക്കുക, സിനിമയ്ക്ക് പോവാനല്ലേ, രാവിലെ കൊണ്ടുവന്ന് തരും എന്നെന്നോട് പറഞ്ഞു. സിനിമയ്ക്ക് പോയി വരാം എന്ന് പറഞ്ഞ് അവർ വാഹനം എടുത്തുകൊണ്ടുപോയി. വാടകയ്ക്ക് കൊടുത്തതല്ല. 3 പിള്ളേരാണ് വണ്ടിയെടുക്കാൻ വന്നത്. വണ്ടാനത്ത് പായസക്കടയിൽ പായസം കുടിക്കാൻ വന്നുള്ള പരിചയമാണ് ജബ്ബാറുമായി. രാത്രി 10 മണിക്ക് താൻ അപകട വിവരം അറിയുന്നു. സിനിമ കഴിഞ്ഞ ഉടനെ തിരിച്ചു തരാം എന്ന് പറഞ്ഞാണവർ വണ്ടി കൊണ്ടുപോയത്. മഴ കാരണം കൊടുക്കാൻ മടിച്ചതാണ്. എന്നാൽ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, കുഴപ്പമില്ലേക്ക, അത്യാവശ്യമല്ലേ, ഒരു പടത്തിന് പോയി വരട്ടെ, വല്ലപ്പോഴും ഒരിക്കലല്ലേ ഉള്ളൂ എന്ന്. ഒന്ന് സഹായിച്ചതാണ്. അത് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല. ഇതറിഞ്ഞപ്പോൾ മുതൽ ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റും? പിള്ളേരായിട്ട് ചോദിച്ചപ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും എന്ന് ഓർത്തു കൊടുത്തുപോയതാണ്. 1ാം വർഷ MBBS വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി അശ്വജിത്തിന്റെ വിശദീകരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്കിടവരുത്തുന്നു. കൺമുന്നിൽ അവർ രക്തത്തിൽ കുളിച്ചു കിടന്നത് താൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് അശ്വത് മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ പേയിങ് ഗസ്റ്റായി ഹോസ്റ്റലിന് പുറത്ത് താമസിക്കുകയാണ്. കൂട്ടുകാരായ 11 പേർ തന്നെയും കൂട്ടി സിനിമയ്ക്ക് പോകാനായി അവിടെ എത്തി. എന്നാൽ വാഹനം നിറയെ ആളാണല്ലോ, താൻ ബൈക്കിൽ വരാം എന്ന് അവരോട് പറഞ്ഞു. വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു. ആ ഫോണിൽ സംസാരിച്ച് നീണ്ടുപോയി. ഫോണിൽ താൻ സംസാരിച്ചിരുന്നു പോയി. തൊട്ടു പിന്നാലെ ബൈക്കിൽ വരാം എന്ന് അവരോട് പറഞ്ഞു. കൂട്ടുകാർ സഞ്ചരിച്ച ആ കാറിൽ കയറാനൊരുക്കിയ ദേവാനന്ദ് എന്ന സുഹൃത്തിനെ കൂടി എൻ്റെ കൂടെ ബൈക്കിൽ കൂട്ടി. 8:45 മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അവർ പുറപ്പെട്ടത്. 9:30 ഷോയ്ക്ക് കളർകോട് എത്തിയപ്പോൾ ഒരു കാർ ബസ്സിലിടിച്ച് കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ ഇറങ്ങി നോക്കി. 2 പേരും ആ വാഹനത്തിന് അടുക്കൽ വരെ ചെന്നു. കുറേയേറെ ചെറുപ്പക്കാർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഞങ്ങൾക്ക് ആളുകളെ മനസ്സിലായില്ല. പക്ഷേ അപ്പോഴേക്കും ആംബുലൻസ് എത്തി. ഞങ്ങൾ നേരെ തിയേറ്ററിലേക്കാണ് പോയത്. കൂട്ടുകാർ എത്താതായപ്പോൾ സംശയമായി. ഫോണിൽ വിളിച്ചെങ്കിലും അവരെ കിട്ടിയില്ല. ഉടൻ അപകട സ്ഥലത്തെത്തി. എല്ലാവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞു. അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടവർ അവർ തന്നെയാണ് എന്ന് മനസ്സിലായത്. ഇത്ര വലിയൊരു വാഹനാപകടം വഴിയിൽ കണ്ടിട്ടും മെഡിക്കൽ വിദ്യാർത്ഥികളായ അശ്വത്തും കൂട്ടുകാരനും എന്തുകൊണ്ട് അവിടെ നിർത്തി അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പോലും ശ്രമിച്ചില്ല? ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ വിമർശനം. ക്ലാസ് തുടങ്ങി 1.5 മാസമേ ആയുള്ളൂ. പലരെയും പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ. മുഹമ്മദ് ഇബ്രാഹിമിന്റെയും ആൽവിൻ ഷാജിയുടെയും മൃതദേഹങ്ങളാണ് അപകട സ്ഥലത്ത് കണ്ടതെന്ന് പിന്നീട് മനസ്സിലായി എന്ന് അശ്വത് പറയുന്നു. 20 ദിവസം മുൻപ് ക്ലാസ്സിലെത്തിയ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിനെ അടുത്തു പരിചയമുണ്ടായിരുന്നില്ല. ആൽവിന്റെ മുഖമാകട്ടെ തിരിച്ചറിയാനും പറ്റിയില്ല. അനാറ്റമിയുടെ സ്പോട്ടിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിനാൽ ഹോസ്റ്റലിലെ എല്ലാവരും ചേർന്ന് സിനിമയ്ക്ക് പോകാൻ തീരുമാനമെടുത്തു. ഞാൻ പുറത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു. കൂട്ടുകാർ മരണത്തിലേക്ക് സഞ്ചരിച്ച ആ കാറിന്റെ പിന്നാലെ ബൈക്കിൽ അശ്വത്തുമുണ്ടായിരുന്നു സിനിമ കാണാൻ. ടവേര കാർ അപകടത്തിൽ ഒരേയൊരു വിദ്യാർത്ഥി മാത്രമാണ് കാര്യമായ പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശിയായ ഷെയ്ൻ ഡെൻസ്റ്റൺ. വാഹനാപകടമുണ്ടായതിന് തൊട്ടുപിന്നാലെ ഷെയ്ൻ റോഡിലേക്ക് തെറിച്ചു വീണു. എന്താണ് സംഭവിച്ചതെന്ന് പോലും ഷെയ്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ ഓടിക്കൂടുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്നവരെ ഒന്നൊന്നായി ആംബുലൻസിലും വാഹനങ്ങളിലുമായി നേരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. രക്ഷാപ്രവർത്തകർക്ക് ഷെയ്ൻ ആ വാഹനത്തിൽ യാത്ര ചെയ്ത ആളാണ് എന്ന് പോലും മനസ്സിലായില്ല. കുറേയേറെ നേരം അവിടെ തരിച്ചു നിന്നു ഷെയ്ൻ. പിന്നീടൊരു വാഹനത്തിന് കൈകാട്ടി നേരെ ഹോസ്റ്റലിലേക്ക്. ഹോസ്റ്റലിൽ തന്റെ മുറിയിൽ കയറി കതകടച്ച് ഏറെ നേരം ഇരുന്നു. അപ്പോഴേക്കും മറ്റു വിദ്യാർത്ഥികൾ ഷെയ്ൻ എവിടെ എന്ന അന്വേഷണവുമായി ഇറങ്ങി. ഒടുവിൽ ഷെയ്ൻ ഹോസ്റ്റൽ മുറിയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിലെത്തി ഷെയ്നെ കാണുന്നു. അവനൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലും അവൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവനെയും കൂട്ടി മറ്റു വിദ്യാർത്ഥികൾ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചെന്നു. അവൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയിരുന്നു. അവന് മുറിവേറ്റത് മനസ്സിനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൗൺസിലിങ്ങും അനുബന്ധ ചികിത്സകളുമൊക്കെ ആ കൂട്ടുകാരന് മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് നൽകി. ഇപ്പോൾ തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഷെയ്ൻ.
ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇപ്പോഴും അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വാഹനാപകടത്തിലേക്ക് നയിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗിലെ പരിചയക്കുറവുമാണ് എന്ന് ഗതാഗത വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. കനത്ത മഴയും വാഹനമോടിച്ചയാളുടെ പരിചയക്കുറവും ഓവർലോഡും വാഹനത്തിന്റെ കാലപ്പഴക്കവും ഒപ്പം ഓവർടേക്ക് ചെയ്യുമ്പോൾ KSRTC ബസിന്റെ ലൈറ്റ് കണ്ണിലേക്കടിച്ച് ആകെ ഒരു അന്താളിപ്പും. കളർകോട് വാഹനാപകടത്തിന് തൊട്ടു പിന്നാലെ കേരളത്തിന്റെ റോഡ് സുരക്ഷയെക്കുറിച്ച് വിപുലമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ. റോഡ് നികുതിയുടെ പേരിൽ എത്ര രൂപയാണ് ഖജനാവിലേക്ക് ഓരോ വർഷവും മുതൽ കൂട്ടുന്നത്? എന്നിട്ട് അതൊന്നും റോഡിൽ വിനിയോഗിക്കാതെ പാവം ജനതയെ കൊന്നൊടുക്കുന്ന ഭരണകൂടം. ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.